ജമീല ബിബി കഴിഞ്ഞാൽ അബ്ദുൽ ഖാദർ സാഹിബ് സ്കൂൾ ഫൈനൽ വരെ പഠിച്ചിട്ടുള്ളൂ. നാട്ടുകാർക്കനുസരിച്ച് BA കഴിഞ്ഞ സ്കൂൾ ഫൈനലുകാരൻ എത്താൻ പാടുള്ളൂ. പക്ഷേ യുദ്ധത്തിൽ പിടിച്ചുപറ്റി എന്നാണ് അബ്ദുൽ ഖാദർ സാഹിബ് സാമ്പ് പറയുന്നത്. പണ്ടൊക്കെ പെണ്ണുങ്ങളെ ആണുങ്ങൾ പ്രത്യേകിച്ച് കട്ടുകൊണ്ടുപോയിരുന്നു. നീണ്ട കയറിന്റെ തുമ്പിൽ കുടുക്കിട്ട് അത് എറിഞ്ഞു പെണ്ണുങ്ങളെ തിരിച്ചിരുന്നു. തലയിൽ ബലാത്കാരം പെണ്ണുങ്ങളോട് ആണുങ്ങൾ കാണിച്ചിരുന്നു. അബ്ദുൽ ഖാദർ സാഹിബ് പരിഷ്കൃത മനുഷ്യനായതുകൊണ്ട് അത്തരമൊന്നുമല്ല ചെയ്തത്. മൂപ്പർ ടൗൺ പേടിയും തൊഴിലാളി യൂണിയൻ സെക്രട്ടറി, നല്ലൊരു ഫുട്ബോൾ പ്ലെയറുമായിരുന്നു. ഫോർത്ത് ഫോറം മുതൽ സ്കൂൾ ഫൈനൽ വരെ ജമീല ബീബി നിർമ്മിച്ച് പഠിച്ചു നിന്നും ഫോർത്ത് മുതൽക്കേ ജമീല ബീബി അനുരക്തമായിരുന്നു എന്നുമാണ് അബ്ദുൽ ഖാദർ സാഹിബ് പറയുന്നത്. ജമീല ബീബി പറയുന്നത് അതും വെറും പച്ചക്കളമാണെന്നാണ്. എങ്ങനെയായാലും ജമീല ബീബി BA പാസ്സായി. ബാപ്പയുടെ ഫാക്ടറിയിൽ നിന്നും പണവും ഒക്കെ ഇഷ്ടം പോലെ എടുത്ത് ഒരു വലിയ ലേഡിയായി. അങ്ങനെ ജനയിൽ നടക്കുന്ന കാലം നാട്ടിൽ ചെറുപ്പക്കാരനായ ജമീല ബീബി അനുരക്തരുമാണ്. ജമീല ബീബിയെ പറ്റി ഒറ്റ ശ്ലോകങ്ങൾ, വലിയ പ്രേമമാണ്, കാവ്യമാണ്, അങ്ങനെ പലതും കവിതയിലുമാർ നിർമ്മിക്കുന്നു. ജമീല ബീബിയുടെ ഹൃദയത്തിന്റെ നേതൃത്വം നാട്ടിലെ പ്രമാണികളായ ചെറുപ്പക്കാരുടെ ഒരു വ്യൂഹം എന്ന് പറയട്ടെ. അവർ വലിയ ക്യൂവായി നിൽക്കുന്നു. അബ്ദുൽ ഖാദർ സാഹിബ് അതിലൊന്നും ഉണ്ടായിരുന്നില്ല. മൂപ്പർ കവിത എഴുതാനോ പ്രേമലേഖനം എഴുതാനോ ശ്രമിച്ചിട്ടില്ല. അതൊന്നും അറിഞ്ഞുകൊണ്ടാണ് അബ്ദുൽ ഖാദർ സാഹിബ് പറയുന്നത്. മൂപ്പർ ജമീല ബീബിയെ പറ്റി ഒരു ഭാഷ എഴുതിയതായി ജമീല ബീബി പറയുന്നുണ്ട്.
എന്ന ഈ കഥ ഞാൻ മനസ്സായിട്ട് എഴുതുന്നതല്ല. അബ്ദുൽ ഖാദർ സാഹിബിന്റെ ഉപദ്രവം മൂലമാണ് അദ്ദേഹം വിചാരിക്കുന്നു. ഇതിൽ വലിയ ഗുണപാഠമുണ്ടെന്ന് മൂപ്പരുടെ വ്യക്തികളായ ജമീല ബീവിയെ പറ്റിയാണ് കഥ. ജമീല ബീവി BA കാരിയാണ്. അബ്ദുൽ ഖാദർ സാഹിബ് സ്കൂൾ ഫൈനൽ വരെ പഠിച്ചിട്ടുള്ളൂ. നാട്ടു നടപ്പനുസരിച്ച് BA കാരിയെ സ്കൂൾ ഫൈനലുകാരൻ കെട്ടാൻ പാടുണ്ടോ? പക്ഷേ യുദ്ധത്തിൽ പിടിച്ചുപറ്റി എന്നാണ് അബ്ദുൽ ഖാദർ സാഹിബ് വമ്പു പറയുന്നത്. പണ്ടൊക്കെ പെണ്ണുങ്ങളെ ആണുങ്ങൾ കട്ടുകൊണ്ടു പോകുമായിരുന്നു. നീണ്ട കയറിന്റെ മുമ്പിൽ കുടുക്കിട്ട് അത് എറിഞ്ഞു പെണ്ണുങ്ങളെ പിടിച്ചിരുന്നു. പല ബലാത്കാരങ്ങളും പെണ്ണുങ്ങളോട് ആണുങ്ങൾ കാണിച്ചിരുന്നു. അബ്ദുൽ ഖാദർ സാഹിബ് പരിഷ്കൃത മനുഷ്യനായതുകൊണ്ട് അത്തരമൊന്നുമല്ല ചെയ്തത്. മൂപ്പർ ടൗൺ കേടിയും ബീഡി തൊഴിലാളി യൂണിയൻ സെക്രട്ടറിയും നല്ല ഒരു ഫുട്ബോൾ പ്ലെയറുമായിരുന്നു. 4th ഫോറം മുതൽ സ്കൂൾ ഫൈനൽ വരെ ജമീല ബീവിയും ഒരുമിച്ച് പഠിച്ചുവെന്നും 4th മുതൽക്ക് ജമീല ബീവി അനുരക്തനായിരുന്നു എന്നുമാണ് അബ്ദുൽ ഖാദർ സാഹിബ് പറയുന്നത്. ജമീല ബീവി പറയുന്നത് അതും വെറും പച്ചക്കള്ളമാണെന്നാണ്. എങ്ങനെയായാലും ജമീല ബീവി BA പാസ്സായി. ബാപ്പയുടെ ബീഡി ഫാക്ടറിയിൽ നിന്നും പണവും ഒക്കെ ഇഷ്ടം പോലെ എടുത്ത് ഒരു വലിയ ലേഡിയായി അങ്ങനെ ബ്രഹ്മയിൽ നടക്കുന്ന കാലം. നാട്ടിൽ ചെറുപ്പക്കാരെല്ലാം ജമീല ബീവി അനുരക്തരാണ്. ജമീല ബീവിയെ പറ്റി ഒറ്റ ശ്ലോകങ്ങൾ, വലിയ പ്രേമകാവ്യങ്ങൾ, അങ്ങനെ പലതും കവിപ്പയ്യന്മാർ നിർമ്മിക്കുന്നു. ജമീല ബീവിയുടെ ഹൃദയത്തിൽ നേർക്കുനാട്ടികളെ പ്രമാണികളായ ചെറുപ്പക്കാരുടെ ഒരു വ്യൂഹം എന്ന് പറയട്ടെ. അവർ വലിയ ക്യൂ ആയി നിൽക്കുന്നു. അബ്ദുൽ ഖാദർ സാഹിബ് അതിലൊന്നും ഉണ്ടായിരുന്നില്ല. മൂപ്പർ കവിത എഴുതാനോ പ്രേമലേഖനം എഴുതാനോ ശ്രമിച്ചില്ല. അതൊന്നും അറിഞ്ഞുകൂടെന്നാണ് അബ്ദുൽ ഖാദർ സാഹിബ് പറയുന്നത്. മൂപ്പർ ജമീല ബീവിയെ പറ്റി ഒരു കെസുപാട്ട് എഴുതിയതായി ജമീല ബീവി പറയുന്നുണ്ട്. ഗൗരി പൂവൻപഴം എന്ന ഈ കഥ ഞാൻ മനസ്സിലാക്കി എഴുതിയിട്ടല്ല. അബ്ദുൽ ഖാദർ സാഹിബിന്റെ ഉപദ്രവം മൂലമാണ്. അദ്ദേഹം വിചാരിക്കുന്നു ഇതിൽ വലിയൊരു ഗുണപാഠമുണ്ടോന്ന്. മൂവരുടെ കെട്ടിയോളായ ജമീല ബീവിയെ പറ്റിയാണ് കഥ. ജമീല ബീവി BA കാരിയാണ്. അബ്ദുൽ ഖാദർ സാഹിബ് സ്കൂൾ ഫൈനൽ വരെ പഠിച്ചിട്ടുള്ളൂ. നാട്ടുനടപ്പനുസരിച്ച് BA കാരിയെ സ്കൂൾ ഫൈനലുകാരൻ കെട്ടാൻ പാടുള്ളൂ. പക്ഷെ യുദ്ധത്തിൽ പിടിച്ചുപറ്റി എന്നാണ് അബ്ദുൽ ഖാദർ സാഹിബ് വമ്പു പറയുന്നത്. പണ്ടൊക്കെ പെണ്ണുങ്ങളെ ആണുങ്ങൾ കട്ടുകൊണ്ടു പോയിരുന്നു. നീണ്ട കയറിന്റെ തുമ്പിൽ കുടുക്കിട്ട് അത് എറിഞ്ഞു പെണ്ണുങ്ങളെ പിടിച്ചിരുന്നു. പല ബാലകരങ്ങളും പെണ്ണുങ്ങളോട് ആണുങ്ങൾ കാണിച്ചിരുന്നു. അബ്ദുൽ ഖാദർ സാഹിബ് പരിഷ്കൃത മനുഷ്യനായതുകൊണ്ട് അത്തരമൊന്നുമല്ല ചെയ്തത്. മൂപ്പർ ടൗൺ കെടിയും ബീഡി തൊഴിലാളി യൂണിയൻ സെക്രട്ടറിയും നല്ലൊരു ഫുട്ബോൾ പ്ലെയറുമായിരുന്നു. 4th ഫോറം മുതൽ സ്കൂൾ ഫൈനൽ വരെ ജമീല ബീവിയും ഒരുമിച്ച് പഠിച്ചുവെന്നും 4th മുതൽക്ക് ജമീല ബീവി അനുരക്തനായിരുന്നു എന്നുമാണ് അബ്ദുൽ ഖാദർ സാഹിബ് പറയുന്നത്. ജമീല ബീവി പറയുന്നത് അത് വെറും പച്ച കള്ളമാണെന്നാണ്. എങ്ങനെയായാലും ജമീല ബീവി BA പാസ്സായി. ബാപ്പയുടെ ബീഡി ഫാക്ടറിയിൽ നിന്ന് പണവുമൊക്കെ ഇഷ്ടം പോലെ എടുത്ത് ഒരു വലിയ ലേഡിയായി അങ്ങനെ ഗമയിൽ നടക്കുന്ന കാലം. നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം ജമീല ബീവി അനുരക്തരാവുമാണ്. ജമീല ബീവിയെ പറ്റി ഒറ്റ ശ്ലോകങ്ങൾ, വലിയ പ്രേമകാവ്യങ്ങൾ, അങ്ങനെ പലതും കവിപയ്യന്മാർ നിർമ്മിക്കുന്നു. ജമീല ബീവിയുടെ ഹൃദയത്തിന്റെ നേർക്ക് നാട്ടിലെ പ്രമാണികളായ ചെറുപ്പക്കാരുടെ ഒരു വ്യൂഹം എന്നു പറയട്ടെ. അവർ വലിയ ക്യൂ ആയി നിൽക്കുന്നു. അബ്ദുൽ ഖാദർ സാഹിബ് അതിലൊന്നും ഉണ്ടായിരുന്നില്ല. മൂപ്പർ കവിത എഴുതുവാനോ പ്രേമലേഖനങ്ങൾ എഴുതുവാനോ ശ്രമിച്ചില്ല. അതൊന്നും അറിഞ്ഞുകൂടെന്നാണ് അബ്ദുൽ ഖാദർ സാഹിബ് പറയുന്നത്. മൂപ്പർ ജമീല ബീവിയെ പറ്റി ഒരു കെട്ടുപാട്ട് എഴുതിയതായി ജമീല ബീവി പറയുന്നുണ്ട്. ഫാത്തിമ തവടിയിൽ പൂവമ്പഴം എന്ന ഈ കഥ ഞാൻ മനസ്സിലായിട്ട് എഴുതുന്നതല്ല. അബ്ദുൽ ഖാദർ സാഹിബിന്റെ ഉപദ്രവം മൂലമാണ്. അദ്ദേഹം വിചാരിക്കുന്നു ഇതിൽ വലിയൊരു ഗുണപാഠമുണ്ടെന്ന്. മൂപ്പരുടെ കെട്ടിയോളായ ജമീല ബീവി
ജമീല ബീവി BA കാരിയാണ്. അബ്ദുൽ ഖാദർ സാഹിബ് സ്കൂൾ ഫൈനൽ വരെ പഠിച്ചിട്ടുള്ളൂ. നാട്ടുനടപ്പനുസരിച്ച് BA കാരിയെ സ്കൂൾ ഫൈനലുകൾ കെട്ടാൻ പാടുണ്ടോ? പക്ഷേ യുദ്ധത്തിൽ പിടിച്ചുപറ്റി എന്നാണ് അബ്ദുൽ ഖാദർ സാഹിബ് വമ്പ് പറയുന്നത്. പണ്ടൊക്കെ പെണ്ണുങ്ങളെ ആണുങ്ങൾ കട്ടുകൊണ്ടുപോയിരുന്നു. നീണ്ട കയറിന്റെ തുമ്പിൽ കുടുക്കിട്ട് അത് എറിഞ്ഞു പെണ്ണുങ്ങളെ പിടിച്ചിരുന്നു. പഴയ ബലാത്കാരങ്ങളും പെണ്ണുങ്ങളോട് ആണുങ്ങൾ കാണിച്ചിരുന്നു. അബ്ദുൽ ഖാദർ സാഹിബ് പരിഷ്കൃത മനുഷ്യനായതുകൊണ്ട് അത്തരമൊന്നും ചെയ്തത്. മൂപ്പർ ടൗൺ കേരിയും ബീഡി തൊഴിലാളിയും യൂണിറ്റ് സെക്രട്ടറിയും നല്ലൊരു ഫുട്ബോൾ പ്ലെയറുമായിരുന്നു. 4th ഫോറാം മുതൽ സ്കൂൾ ഫൈനൽ വരെ ജമീല ബീവിയും ഒരുമിച്ച് പഠിച്ചുവെന്നും 4th മുതൽക്ക് ജമീല ബീവിയിൽ അനുരക്തനായിരുന്നുവെന്നുമാണ് അബ്ദുൽ ഖാദർ സാഹിബ് പറയുന്നത്. ജമീല ബീവി പറയുന്നത് അതും വെറും പച്ച കള്ളമാണെന്നാണ്. എങ്ങനെയായാലും ജമീല ബീവി BA പാസ്സായി. ബാപ്പയുടെ ബീഡി ഫാക്ടറിയിൽ നിന്നും പണവുമൊക്കെ ഇഷ്ടം പോലെ എടുത്ത് ഒരു വലിയ ലേഡിയായി അങ്ങനെ ഗമയിൽ നടക്കുന്ന കാലം. നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം ജമീല ബീവിയിൽ അനുരക്തരുമാണ്. ജമീല ബീവിയെ പറ്റി ഒറ്റ ശ്ലോകങ്ങൾ, വലിയ പ്രേമ കാവ്യങ്ങൾ, അങ്ങനെ പലതും കവിപയ്യന്മാർ നിർമ്മിക്കുന്നു. ജമീല ബീവിയുടെ ഹൃദയത്തിന്റെ നേർക്കുനാട്ടിലെ പ്രമാണികളായ ചെറുപ്പക്കാരുടെ ഒരു വ്യൂഹം എന്നും പറയട്ടെ. അവർ വലിയ ക്യൂ ആയി നിൽക്കുന്നു. അബ്ദുൽ ഖാദർ സാഹിബ് അതിലൊന്നിലും ഉണ്ടായിരുന്നില്ല. മൂപ്പർ കവിത എഴുതാനോ പ്രേമലേഖനം എഴുതാനോ ശ്രമിച്ചില്ല. അതൊന്നും അറിഞ്ഞുകൂടെന്നാണ് അബ്ദുൽ ഖാദർ സാഹിബ് പറയുന്നത്. മൂപ്പർ ജമീല ബീവിയെ പറ്റി ഒരു കെസ്സുപാട്ട് എഴുതിയതാണ് ജമീല ബീവി പറയുന്നത്. മനസ്സായിട്ട് എഴുതുന്നതല്ല, അബ്ദുൽ ഖാദർ സാഹിബിന്റെ ഉപദ്രവം മൂലമാണ്. അദ്ദേഹം വിചാരിക്കുന്നു ഇതിലൊരു വലിയ ഗുണപാഠമുണ്ടെന്ന്. മൂപ്പരുടെ കെട്ടിയോളായ ജമീല ബീവിയെ പറ്റിയാണ് ഈ കഥ. ജമീല ബീവി BA കാരിയാണ്. അബ്ദുൽ ഖാദർ സാഹിബ് സ്കൂൾ ഫൈനൽ വരെ പഠിച്ചിട്ടുള്ളൂ. നാട്ടുകാരനുസരിച്ച് BA കാരിയെ സ്കൂൾ ഫൈനലുകാരൻ കെട്ടാൻ പാടുണ്ടോ? പക്ഷേ യുദ്ധത്തിൽ പിടിച്ചുപറ്റിയെന്നാണ് അബ്ദുൽ ഖാദർ സാഹിബ് വമ്പ് പറയുന്നത്. നീണ്ട കയറിന്റെ തുമ്പിൽ കുടുക്കിട്ട് അത് എറിഞ്ഞു പെണ്ണുങ്ങളെ പിടിച്ചിരുന്നു. പല ബലാത്കാരങ്ങളും പെണ്ണുങ്ങളോട് ആണുങ്ങൾ കാണിച്ചിരുന്നു. അബ്ദുൽ ഖാദർ സാഹിബ് പരിഷ്കൃത മനുഷ്യരായതുകൊണ്ട് അത്തരമൊന്നുമല്ല ചെയ്തത്. മൂപ്പർ ടൗൺ കേഡിയും ബീഡി തൊഴിലാളി യൂണിയൻ സെക്രട്ടറിയും നല്ലൊരു ഫുട്ബോൾ പ്ലെയറുമായിരുന്നു. 4th ഫോറം മുതൽ സ്കൂൾ ഫൈനൽ വരെ ജമീല ബീവിയുമായി ഒരുമിച്ച് പഠിച്ചുവെന്നും 4th മുതൽക്ക് ജമീല ബീവിയിൽ അനുരക്തരായിരുന്നെന്നുമാണ് അബ്ദുൽ ഖാദർ സാഹിബ് പറയുന്നത്. ജമീല ബീവി പറയുന്നത് അതൊരു പച്ച കള്ളമാണെന്നാണ്. എങ്ങനെയായാലും ജമീല ബീവി BA പാസ്സായി. ബാപ്പയുടെ ബീഡി ഫാക്ടറിയിൽ നിന്നും പണവുമൊക്കെ ഇഷ്ടംപോലെ എടുത്ത് ഒരു വലിയ ലേഡിയായി അങ്ങനെ ഗമയിൽ നടന്ന കാലം. നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം ജമീല ബീവിയിൽ അനുരക്തരുമാണ്. ജമീല ബീവിയെ പറ്റി ഒറ്റ ശ്ലോകങ്ങൾ, വലിയ പ്രേമകാവ്യങ്ങൾ, അങ്ങനെ പലതും കവിപയ്യന്മാർ നിർമ്മിക്കുന്നു. ജമീല ബീവിയുടെ ഹൃദയത്തിൽ നേർക്കും നാട്ടിലെ പ്രമാണികളായ ചെറുപ്പക്കാരുടെ ഒരു വ്യൂഹം എന്ന് പറയട്ടെ. അവർ വലിയ ക്യൂ ആയി നിൽക്കുന്നു. അബ്ദുൽ ഖാദർ സാഹിബ് അതിലൊന്നും ഉണ്ടായിരുന്നില്ല. മൂപ്പർ കവിത എഴുതാനോ പ്രേമലേഖനം എഴുതാനോ ശ്രമിച്ചില്ല. അതൊന്നും അറിഞ്ഞുകൂടാ എന്ന് അബ്ദുൽ ഖാദർ സാഹിബ് പറയുന്നത്. മൂപ്പർ ജമീല ബീവിയെ പറ്റി ഒരു കെസ്സുപാട്ട് എഴുതിയതായി ജമീല ബീവി പറയുന്നുണ്ട്. ശ്രീകൃഷ്ണൻ പൂവമ്പഴം എന്ന ഈ കഥ ഞാൻ മനസ്സായിട്ട് എഴുതുന്നതല്ല. അബ്ദുൽ ഖാദർ സാഹിബിന്റെ ഉപദ്രവം മൂലമാണ്. അദ്ദേഹം വിചാരിക്കുന്നു ഇതിൽ വലിയൊരു ഗുണപാഠമുണ്ടെന്ന്. മൂപ്പരുടെ കെട്ടിയോളായ ജമീല ബീവിയെ പറ്റിയാണ് കഥ. ജമീല ബീവി BA കാരിയാണ്. അബ്ദുൽ ഖാദർ സാഹിബ് സ്കൂൾ ഫൈനൽ വരെ പഠിച്ചിട്ടുണ്ട്. നാട്ടുനടപ്പനുസരിച്ച് BA കാരിയെ സ്കൂൾ ഫൈനലുകാരൻ കെട്ടാൻ പാടുണ്ട്. പക്ഷേ യുദ്ധത്തിൽ പിടിച്ചുപറ്റി എന്നാണ് അബ്ദുൽ ഖാദർ സാഹിബ് വമ്പ് പറയുന്നത്. പണ്ടൊക്കെ പെണ്ണുങ്ങളെ ആണുങ്ങൾ കട്ടുകൊണ്ടുപോയിരുന്നു. നീണ്ട കയറിന്റെ തുമ്പിൽ കുടുക്കിട്ട് അത് എറിഞ്ഞു പെണ്ണുങ്ങളെ പിടിച്ചിരുന്നു. പല ബലാത്കാരങ്ങളും പെണ്ണുങ്ങളോട് ആണുങ്ങൾ കാണിച്ചിരുന്നു. അബ്ദുൽ ഖാദർ സാഹിബ് പരിഷ്കൃത മനുഷ്യനായതുകൊണ്ട് അത്തരം ഒന്നുമല്ല ചെയ്തത്. മൂപ്പർ ടൗൺ കേഡിയും ബീഡി തൊഴിലാളി യൂണിയൻ സെക്രട്ടറിയും നല്ല
ഫുട്ബോൾ പ്ലെയറുമായിരുന്നു. ഫോർത്ത് ഫോറം മുതൽ സ്കൂൾ ഫൈനൽ വരെ ജമീല ബീബി ഒരുമിച്ച് പഠിച്ചുവെന്നും ഫോർത്ത് മുതൽക്ക് ജമീല ബീബിയിൽ ഒരു അനുരക്തരായിരുന്നു എന്നുമാണ് അബ്ദുൽ ഖാദർ സാഹിബ് പറയുന്നത്. ജമീല ബീബി പറയുന്നത് അത് വെറും പച്ച കള്ളമാണെന്നാണ്. എങ്ങനെയായാലും ജമീല ബീബി BA പാസ്സായി. ബാബയുടെ ബീഡി ഫാക്ടറിയിൽ നിന്ന് പണവുമൊക്കെ ഇഷ്ടംപോലെ എടുത്ത് ഒരു വലിയ ലേഡിയായി അങ്ങനെ ഗമയിൽ നടക്കുന്ന കാലം. നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം ജമീല ബീബിയിൽ അനുരക്തരുമാണ്. ജമീല ബീബിയെ പറ്റി ഒറ്റ ശ്ലോകങ്ങൾ, വലിയ പ്രേമകാവ്യങ്ങൾ, അങ്ങനെ പലതും കവിപ്പയ്യന്മാർ നിർമ്മിക്കുന്നു. ജമീല ബീബിയുടെ ഹൃദയത്തിൽ നേർക്കും നാട്ടിലെ പ്രമാണികളായ ചെറുപ്പക്കാരുടെ ഒരു വ്യൂഹം എന്ന് പറയട്ടെ. അവർ വലിയ ക്യൂവായി നിൽക്കുന്നു. അബ്ദുൽ ഖാദർ സാഹിബ് അതിലൊന്നും ഉണ്ടായിരുന്നില്ല. മൂപ്പർ കവിത എഴുതാനോ പ്രേമലേഖനം എഴുതാനോ ശ്രമിച്ചില്ല. അതൊന്നും അറിഞ്ഞുകൂടെന്നാണ് അബ്ദുൽ ഖാദർ സാഹിബ് പറയുന്നത്. മൂപ്പർ ജമീല ബീബിയെ പറ്റി ഒരു ടെസ്റ്റ് പാട്ട് എഴുതിയതായി ജമീല ബീബി പറയുന്നുണ്ട്. അടുത്ത ആര്യലക്ഷ്മി. ഞാൻ മനസ്സായിട്ട് എഴുതുന്നതല്ല. അബ്ദുൽ ഖാദർ സാഹിബിന്റെ ഉപദ്രവം മൂലമാണ്. അദ്ദേഹം വിചാരിക്കുന്നു ഇതിൽ വലിയൊരു ഗുണപാഠമുണ്ടെന്ന്. മൂപ്പയുടെ കെട്ടിയോളായ ജമീല ബീബിയെ പറ്റിയാണ് കഥ. ജമീല ബീബി BA-കാരിയാണ്. അബ്ദുൽ ഖാദർ സാഹിബ് സ്കൂൾ ഫൈനൽ വരെ പഠിച്ചിട്ടുള്ളൂ. നാട്ടുനടപ്പിനനുസരിച്ച് BA-കാരിയായ സ്കൂൾ ഫൈനലുകാരൻ കെട്ടാൻ പാടുള്ളൂ. പക്ഷേ യുദ്ധത്തിൽ പിടിച്ചുപറ്റി എന്നാണ് അബ്ദുൽ ഖാദർ സാഹിബ് വമ്പ് പറയുന്നത്. പണ്ടൊക്കെ പെണ്ണുങ്ങളെ ആണുങ്ങൾ കട്ടുകൊണ്ട് പോയിരുന്നു. നീണ്ട കയറിന്റെ തുമ്പിൽ കുടുക്കിട്ട് അതും എറിഞ്ഞിട്ട് പെണ്ണുങ്ങളെ പിടിച്ചിരുന്നു. പല ബലാത്കാരങ്ങളും പെണ്ണുങ്ങളോട് ആണുങ്ങൾ കാണിച്ചിരുന്നു. അബ്ദുൽ ഖാദർ സാഹിബ് പരിഷ്കൃത മനുഷ്യനായതുകൊണ്ട് അത്തരമൊന്നുമല്ല ചെയ്തത്. മൂപ്പർ ടൗൺ കേഡിയും ബീഡി തൊഴിലാളി യൂണിയൻ സെക്രട്ടറിയും നല്ലൊരു ഫുട്ബോൾ പ്ലെയറുമായിരുന്നു. ഫോർത്ത് ഫോറം മുതൽ സ്കൂൾ ഫൈനൽ വരെ ജമീല ബീബിയുമായി ഒരുമിച്ച് പഠിച്ചു വരുന്നു. ഫോർത്ത് മുതൽക്ക് ജമീല ബീബി അനുരക്തനായിരുന്നു എന്നുമാണ് അബ്ദുൽ ഖാദർ സാഹിബ് പറയുന്നത്. ജമീല ബീബി പറയുന്നത് അത് വെറും പച്ച കള്ളമാണെന്നാണ്. എങ്ങനെയായാലും ജമീല ബീബി BA പാസ്സായി. ബാപ്പയുടെ ബീഡി ഫാക്ടറിയിൽ നിന്ന് പണവും ഒക്കെ ഇഷ്ടംപോലെ എടുത്ത് ഒരു വലിയ ലേഡിയായി അങ്ങനെ ഗമയിൽ നടക്കുന്ന കാലം. നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം ജമീല ബീബി അനുരക്തരുമാണ്. ജമീല ബീബിയെ പറ്റി ഒറ്റ ശ്ലോകങ്ങൾ, വലിയ പ്രേമകാവ്യങ്ങൾ, അങ്ങനെ പലതും കവിപ്പയ്യന്മാർ നിർമ്മിക്കുന്നു. ജമീല ബീബിയുടെ ഹൃദയത്തിന്റെ നേർക്ക് നാട്ടിലെ പ്രമാണികളായ ചെറുപ്പക്കാരുടെ ഒരു വ്യൂഹം എന്നത് പറയട്ടെ. അവർ വലിയ ക്യൂവായി നിൽക്കുന്നു. അബ്ദുൽ ഖാദർ സാഹിബ് അതിലൊന്നും ഉണ്ടായിരുന്നില്ല. മൂപ്പർ കവിത എഴുതാനോ പ്രേമലേഖനം എഴുതാനോ ശ്രമിച്ചില്ല. അതൊന്നും അറിഞ്ഞുകൂടെന്നാണ് അബ്ദുൽ ഖാദർ സാഹിബ് പറയുന്നത്. മൂപ്പർ ജമീല ബീബിയെ പറ്റി ഒരു ടെസ്റ്റ് പാട്ട് എഴുതിയതായി ജമീല ബീബി പറയുന്നുണ്ട്. ജസ്ന. പൂവമ്പലം എന്ന കവിത ഞാൻ മനസ്സായിട്ട് എഴുതുന്നതല്ല. അബ്ദുൽ ഖാദർ സാഹിബിന്റെ ഉപദ്രവം മൂലമാണ്. അദ്ദേഹം വിചാരിക്കുന്നു ഇതിൽ വലിയ ഒരു ഗുണപാഠമുണ്ടെന്ന്. മൂപ്പരുടെ കെട്ടിയോള ജമീല ബീബിയെ കുറിച്ചാണ് കഥ. ജമീല ബീബി BA-കാരിയാണ്. അബ്ദുൽ ഖാദർ സാഹിബ് സ്കൂൾ ഫൈനൽ പഠിച്ചിട്ടേ ഉള്ളൂ. നാട്ടുനടപ്പനുസരിച്ച് BA-കാരിയെ സ്കൂൾ ഫൈനലുകാരൻ കെട്ടാൻ പാടുള്ളൂ. പക്ഷേ യുദ്ധത്തിൽ പിടിച്ചു പറ്റിയെന്നാണ് അബ്ദുൽ ഖാദർ സാഹിബ് വമ്പ് പറയുന്നത്. പണ്ടൊക്കെ പെണ്ണുങ്ങളെ ആളുകൾ കട്ടുകൊണ്ട് പോകുമായിരുന്നു. നീണ്ട കയറിന്റെ തുമ്പി കുടുക്കിട്ട് അതെറിഞ്ഞിട്ടും പെണ്ണുങ്ങളെ പിടിച്ചിരുന്നു. പല ബലാത്കാരങ്ങളും പെണ്ണുങ്ങളോട് ആളുകൾ കാണിച്ചിരുന്നു. അബ്ദുൽ ഖാദർ സാഹിബ് പരിഷ്കൃത മനുഷ്യനായിരുന്നത് കൊണ്ട് അത്തരമൊന്നുമല്ല ചെയ്തത്. മൂപ്പർ ടൗൺ ഓടിൻ്റെയും ബീഡി തൊഴിലാളി യൂണിയന്റെയും സെക്രട്ടറിയും നല്ലൊരു ഫുട്ബോൾ പ്ലെയറുമായിരുന്നു. ഫോർത്ത് ഫോറം മുതൽ സ്കൂൾ ഫൈനൽ വരെ ജമീല ബീബിയും ഒരുമിച്ച് പഠിച്ചുവെന്നും ഫോർത്ത് മുതൽക്ക് ജമീല ബീബിയെ അനുരക്തനായിരുന്നു എന്നാണ് അബ്ദുൽ ഖാദർ സാഹിബ് പറയുന്നത്. ജമീല ബീബി പറയുന്നത് വെറും പച്ച കള്ളമാണെന്നാണ്. അങ്ങനെയായാലും ജമീല ബീബി BA പാസ്സായി. ബാപ്പയുടെ ബീഡി ഫാക്ടറിയിൽ നിന്നും പണവുമൊക്കെ ഇഷ്ടംപോലെ എടുത്ത് ഒരു വലിയ ലേഡിയായാണ് അങ്ങനെ ഗമയിൽ നടന്ന കാലം. നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം ജമീല ബീബിയെ അനുരക്തരുമാണ്.
ജമീല ബീവിയെ പറ്റി ഒറ്റ ശ്ലോകങ്ങൾ, വലിയ പ്രണയകാവ്യങ്ങൾ, അങ്ങനെ പലതും കാവ്യ പയ്യന്മാർ നിർമ്മിക്കുന്നു. ജമീല ബീവിയുടെ ഹൃദയത്തിൽ നേരത്തെ നാട്ടിലെ പ്രമാണികളായ ചെറുപ്പക്കാരുടെ ഒരു ഗ്രൂപ്പം എന്ന് പറയട്ടെ. അവർ വലിയ ക്യൂവായി നിന്നു. അബ്ദുൽ ഖാദർ സാധ്യത അതിലൊന്നും ഉണ്ടായിരുന്നില്ല. മൂപ്പർ കവിത എഴുതാനും പ്രേമലേഖനം എഴുതാനും ശ്രമിച്ചില്ല. അതൊന്നും അറിഞ്ഞുകൂടെന്നാണ് അബ്ദുൽ ഖാദർ സാധ്യത പറയുന്നത്. മൂപ്പർ ജമീല ബീവിയെ പറ്റി ഒരു ടെസ്റ്റ് പാട്ട് എഴുതിയതായി ജമീല ബീവി പറയുന്നുണ്ട്. അഞ്ജന സെക്കൻഡ് ബി. പൂവമ്പഴ എന്ന കഥ ഞാൻ മനസ്സായിട്ട് എഴുതുന്നതല്ല. അബ്ദുൽ ഖാദർ സാഹിബിന്റെ ഉപദ്രവം മൂലമാണ്. അദ്ദേഹം വിചാരിക്കുന്നു ഇതിൽ വലിയൊരു ഗുണപാഠമുണ്ടെന്ന്. മൂപ്പരുടെ കെട്ടിയോളായ ജമീല ബീവിയെ പറ്റിയാണ് കഥ. ജമീല ബീവി BA കാരിയാണ്. അബ്ദുൽ ഖാദർ സാഹിബ് സ്കൂൾ ഫൈനൽ വരെയേ പഠിച്ചിട്ടുള്ളൂ. നാട്ടുനടപ്പനുസരിച്ച് BA കാരിയെ സ്കൂൾ ഫൈനലുകാരൻ കെട്ടാൻ പറഞ്ഞു. പക്ഷേ യുദ്ധത്തിൽ പിടിച്ചുപറ്റിയെന്നാണ് അബ്ദുൽ ഖാദർ സാഹിബ് പറയുന്നത്. പണ്ടത്തെ പെണ്ണുങ്ങളെ ആണുങ്ങൾ കട്ടുകൊണ്ടു പോയിരുന്നു. നീണ്ട കയറിന്റെ തുണ്ടിൽ കൊടുത്തിട്ട് അത് എറിഞ്ഞ് പെണ്ണുങ്ങളെ പിടിച്ചിരുന്നു. പല ബലാത്കാരങ്ങളും പെണ്ണുങ്ങളോട് ആണുങ്ങൾ കാണിച്ചിരുന്നു. അബ്ദുൽ ഖാദർ സാഹിബ് പരിഷ്കൃത മനുഷ്യനായതുകൊണ്ട് അതൊന്നുമല്ല ചെയ്തത്. മൂപ്പർ ടൗൺ കേഡിയും വീട് തൊഴിലാളി യൂണിയൻ സെക്രട്ടറിയും നല്ല ഒരു ഫുട്ബോൾ പ്ലെയറുമായിരുന്നു. 4th ഫോറം മുതൽ സ്കൂൾ ഫൈനൽ വരെ ജമീല ബീവി ഒരുമിച്ച് പഠിച്ചിരുന്നു. 4th മുതൽക്ക് ജമീല ബീവി അന്യക്തനായിരുന്നെന്നുമാണ് അബ്ദുൽ ഖാദർ സാഹിബ് പറയുന്നത്. ജമീല ബീവി പറയുന്നത് അത് വെറും പച്ചക്കള്ളമാണെന്നാണ്. എങ്ങനെയായാലും ജമീല ബീവി BA പാസ്സായി. പാപ്പയുടെ ബീഡി ഫാക്ടറിയിൽ നിന്ന് പണമൊക്കെ ഇഷ്ടംപോലെ എടുത്ത് ഒരു വലിയ ലേഡിയായി അങ്ങനെ ഗർഭിണി നടക്കുന്ന കാലം. നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം ജമീല ബീവിയിൽ അനുരക്തരുമാണ്. ജമീല ബീവിയെ പറ്റി ഒറ്റ ശ്ലോകങ്ങൾ, വലിയ പ്രേമകാവ്യങ്ങൾ, അങ്ങനെ പലതും കവിപ്പയ്യന്മാർ നിർമ്മിക്കുന്നു. ജമീല ബീവിയുടെ ഹൃദയത്തിന്റെ നേർക്ക് നാട്ടിലെ പ്രമാണികളായ ചെറുപ്പക്കാരുടെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നു. അവർ വലിയ ക്യൂവായി നിൽക്കുന്നു. അബ്ദുൽ ഖാദർ സാഹിബ് അതിലൊന്നും ഉണ്ടായിരുന്നില്ല. മൂപ്പർ കവിത എഴുതാനോ പ്രേമലേഖനം എഴുതാനോ ശ്രമിച്ചു. അതൊന്നും അറിഞ്ഞുകൂടെന്നാണ് അബ്ദുൽ ഖാദർ സാഹിബ് പറയുന്നത്. മൂപ്പർ ജമീല ബീവിയെ പറ്റി ഒരു കൊച്ചു പാട്ട് എഴുതിയതായി ജമീല ബീവി പറയുന്നുണ്ട്. ഈ പേര് തരാത്ത ആർക്കെങ്കിലും മത്സരിക്കാൻ താല്പര്യമുണ്ടോ? ആർക്കെങ്കിലും? ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ വായനാ മത്സരം അവസാനിച്ചു. അടുത്ത ഉപന്യാസ മത്സരമാണ്. അപ്പോൾ എഴുതാൻ താല്പര്യമുള്ളവർ ഇവിടെ തന്നെ ഇരിക്കുക, അല്ലാത്തവർക്ക് പോകാം.